ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാളായി പഠിച്ചിട്ട് അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ പേയേഴ്സ് ഓഫ് ഇക്വേഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു വേറെ ടൈപ്പ് ടെക്സ്റ്റ് ആയിരുന്നു. ഈ വർഷം ആ ടെക്സ്റ്റ് മാറി, അത്യാവശ്യം ചാപ്റ്റേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നമുക്ക് പേയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്റർ ആദ്യമായിട്ട് വന്നിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററായിട്ട് പേയേഴ്സ് ഓഫ് ഇക്വേഷൻ വന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 10 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്തുവാണ്, എക്സും വൈ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നൊരു സംഭവമാണല്ലേ. അപ്പം കഴിഞ്ഞ വർഷം ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് റിവൈസ് ചെയ്ത് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പേപ്പറും പെന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കൂട്ടത്തിരുന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. ഓക്കെ, അപ്പം പ്രിയ എന്ത് ചെയ്യുവാണ്, ഒരു ബാഗും ഒരു സ്ലിപ്പറൊക്കെ മേടിക്കുവാണ് 1100 rupeesന്. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി പോവാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ചെയ്തു പോവാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിന് എന്തുവാ, പ്രൈസ് ഓഫ് ദ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, പ്രൈസ് ഓഫ് ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പർ ഇസ് ഈക്വൽ ടു 1100 ആണ്. ഓക്കെ, റുപ്പീസ് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ സ്ലിപ്പേഴ്സ്. അപ്പോൾ ബാഗിൻ്റെ കാര്യം എന്താ ഇവിടെ പറയുന്നത്, ബാഗ് 300 rupees കൂടുതലാണ് സ്ലിപ്പേഴ്സിന് അല്ലേ. നമ്മൾ ഒബിയസ്ലി ബാഗ് മേടിക്കാൻ നേരത്ത് അല്ലേ വില കൂടും, സ്ലിപ്പേഴ്സിനെക്കാട്ടൊക്കെ വില കൂടും. അപ്പം ഇവിടെ ബാഗിൻ്റെ വില 300 രൂപ കൂടുതലാണ് സ്ലിപ്പേഴ്സിനേലും. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏറ്റവും കുറവുള്ള ഏതാ, സ്ലിപ്പറാണ്. സ്ലിപ്പറിനാണ് ഏറ്റവും കുറഞ്ഞ വിലയുടെ സാധനം അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ എക്സാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് രണ്ട് രീതിയിലും എടുക്കാം കേട്ടോ. എന്നാലും ഞാൻ കുറഞ്ഞ സാധനത്തിന് എക്സാക്റ്റ് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എഴുതുവാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റായിട്ട് ലെറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് നമ്മൾ ഇക്വേഷനിൽ എപ്പോഴും എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ലെറ്റ് എന്ന് എഴുതിയിട്ട് ദ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ്. ഓക്കെ, സ്ലിപ്പറാണല്ലോ ഏറ്റവും കുറഞ്ഞത്. അപ്പം സ്ലിപ്പേഴ്സിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം സ്ലിപ്പേഴ്സ്, പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. എക്സ് റുപ്പീസ് എന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് വിലയാണ് സ്ലിപ്പേഴ്സിൻ്റെ വില. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് ബാഗിൻ്റെ വില എത്രയാണെന്ന് പറയാമല്ലോ. സ്ലിപ്പേഴ്സിൻ്റെ വില എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ therefore ദ പ്രൈസ് ഓഫ് ബാഗ് എത്രയായിരിക്കും, ഇസ് ഈക്വൽ ടു സ്ലിപ്പേഴ്സിൻ്റെ വില എക്സ് അല്ലേ. അപ്പോൾ സ്ലിപ്പറിൻ്റെ വില എക്സ് ആണെങ്കിൽ ബാഗിൻ്റെ വില 300 രൂപ കൂടുതലാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെ പറയാം, സ്ലിപ്പറിന് 100 രൂപയാണെന്ന് വെച്ചോ. അപ്പോൾ ബാഗിൻ്റെ വില എന്ന് പറയുന്നത് ഇവിടുത്തെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്, 300 രൂപ കൂടുതലാണ്. അപ്പോൾ സ്ലിപ്പറിൻ്റെ വില 100 ആണെങ്കിൽ ബാഗിൻ്റെ വില എത്രയായിരിക്കും, പ്ലസ് 300 അല്ലേ. അപ്പോൾ സ്ലിപ്പറിൻ്റെ വില 100 ആണെങ്കിൽ ബാഗിൻ്റെ വില 300 കൂടെ കൂടുന്നത്. അപ്പോൾ എത്രയായി, 400 രൂപയാണ് ബാഗിന്. പക്ഷേ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ വിലയൊന്നും അറിയത്തില്ല. നമുക്ക് ആകപ്പാടെ പറയുന്നത് ഇത് രണ്ടും കൂടെ മേടിച്ചപ്പോഴത്തേക്കും 1100 rupees ആയെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറയുന്നത് എക്സ് ആണ് സ്ലിപ്പറിൻ്റെ വിലയെങ്കിൽ എക്സിൻ്റെ കൂട്ടത്തിൽ എത്രയും കൂടെ കൂട്ടണം, 300 കൂടെ പ്ലസ് ചെയ്യുന്നതാണ് അല്ലേ. ഇതാണ് പ്രൈസ് ഓഫ് ബാഗ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യത്തിൽ നിന്ന് നമുക്കിതിന് ആൻസർ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം, നമുക്കിങ്ങനെ എഴുതാൻ വേണമെങ്കിൽ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ഷോർട്ടാക്കി എഴുതുവാണ്. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് എന്തുവാ, എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, സ്ലിപ്പറും പിന്നെ ബാഗിൻ്റെ വില എത്രയാ, എക്സ് പ്ലസ് 300. അപ്പോൾ സ്ലിപ്പറും ബാഗും കൂടെ തമ്മി അങ്ങ് പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര രൂപയാകും, 1100 ആകും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു വെച്ചേക്കുന്നത് അല്ലേ. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1100 ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇപ്പോൾ കിട്ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ അല്ലേ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ഇവിടെ എക്സും തന്നിട്ടുണ്ട്. ആ എക്സും കൂടെ തമ്മിൽ അങ്ങ് പ്ലസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും, എക്സും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x ആണ് കിട്ടുന്നത്. ഓക്കെ, എക്സും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x കിട്ടും. എക്സും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
നമുക്ക് ബാക്കിയുള്ള നമ്പർ ഏതാ? അവിടെ 300 ഉണ്ട്. ഇസ് ഈക്വൽ ടു 1100. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ്, ഇവിടെ കണ്ടിരിക്കുന്ന ഈ നമ്പറില്ലേ, ഈ നമ്പേഴ്സിനെ എല്ലാത്തിനെയും, ഇവിടെ ഒരു 2 ഉണ്ട്, ഈ നമ്പേഴ്സിനെ എല്ലാത്തിനെയും ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തെ സ്ഥലത്തേക്ക് അങ്ങ് കൊണ്ടുപോവുക. നമ്പേഴ്സിനെ എല്ലാത്തിനെയും ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് കൊണ്ടുപോവുക. ഒരു സ്ഥലത്ത് നമുക്ക് എക്സ് മാത്രം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. അപ്പം ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. എന്തുവാ ഇവിടെ നോക്കിയേ, നമുക്ക് ഇവിടെ 300-നെ ആദ്യമേ ഞാൻ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോകാം. അപ്പോൾ പോസിറ്റീവ് 300-നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2x ഉണ്ട്. 2x ഇസ് ഈക്വൽ ടു 1100. ഇത് ഇപ്പുറത്തേക്ക് പോകുന്നത് എന്താവും? മൈനസ് ആകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ -300 നമുക്ക് എഴുതാം. സോ 2x ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇത് മൈനസ് ചെയ്തേ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 800 കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 2-നെ ഓക്കെ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് നമുക്കൊന്ന് കൊണ്ടുപോയാലോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ പ്ലസ്സിനെ, പോസിറ്റീവ് നമ്പറിനെ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അതുപോലെ തന്നെ നെഗറ്റീവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലോ അത് പോസിറ്റീവായിട്ട് മാറും. ഇതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇൻറ്റുവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് എന്തായിട്ട് മാറും? അത് ഡിവിഷനായിട്ട് മാറും. ഓക്കെ, അതിന് ഡിവിഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മുടെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയി കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. സോ ഇപ്പോൾ എന്തായി മാറി? എക്സ് ഇസ് ഈക്വൽ ടു 800. ഇവിടെ 2x എന്ന് വെച്ചാൽ എന്തുവാ? 2 ഇൻറ്റു എക്സ് എന്നാണ്. അപ്പോൾ ഈ 2-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താവും? ഡിവൈഡഡ് ബൈ 2 ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് എത്രയാവും? എക്സ് ഇസ് ഈക്വൽ ടു 800 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 400 കിട്ടും. എക്സിൻ്റെ വാല്യൂ നമുക്ക് 400 കിട്ടി. ഓക്കെ ആണല്ലോ ഇത്രയും? അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നത് 400 കിട്ടി. ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടത്? നമുക്കിങ്ങനെ എഴുതാം, therefore എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തുവാണ്? പ്രൈസ് ഓഫ് എ സ്ലിപ്പർ അല്ലേ നമ്മൾ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, therefore ദ പ്രൈസ് ഓഫ് സ്ലിപ്പർ നമുക്ക് കിട്ടി. ദ പ്രൈസ് ഓഫ് സ്ലിപ്പർ ഇസ് ഈക്വൽ ടു എത്രയാ? 400 റുപ്പീസ്. അപ്പം സ്ലിപ്പറിൻ്റെ പ്രൈസ് എത്രയാണ്? 400 റുപ്പീസ്. ഇനി നമുക്ക് എന്നും കൂടെ കണ്ടുപിടിക്കാനുള്ളത്, ആൻഡ് ദ പ്രൈസ് ഓഫ് ബാഗ്. ഓക്കെ, ഇവിടെ പറയുന്നത് എത്രയായിരുന്നു? പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറയുന്നത് എക്സിൻ്റെ കൂട്ടത്തിൽ 300 കൂടെ പ്ലസ് ചെയ്തതായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 400 ആണ് കിട്ടിയത് അല്ലേ? സോ 400 + 300 നമുക്ക് പ്ലസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 700 കിട്ടും. സോ പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 700 ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞ പോലെ തന്നെ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ്, സ്ലിപ്പേഴ്സിൻ്റെ വില കണ്ടുപിടിച്ചു, പിന്നെ പ്രൈസ് ഓഫ് ബാഗ് കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പഠിച്ച് അങ്ങനെ 2 ഇക്വേഷനൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുവാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോ ചെയ്യാം. താങ്ക് യു.